മണലീച്ചകളുടെ ഉൾക്കടൽ എന്നറിയപ്പെടുന്ന സാൻ പ്ലേ ബേയിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു പ്ലേസാണ്. എന്നാൽ ഇത് ബേ ഓഫ് ഫ്ലൈയിങ് സാൻഡാണ്. അതിനൊരു കാരണമുണ്ട്. എപ്പോഴും ഇങ്ങനെ മണൽക്കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ കാണുന്ന കുന്നുകളെല്ലാം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഈ ബീച്ച് തെക്കോട്ട് ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിഭാസം ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും മറ്റ് ബീച്ചിനേക്കാളും ആ ഒരു കാര്യത്തിൽ ഈ ബീച്ച് വേറിട്ട് നിൽക്കുന്നു. ഇപ്പോൾ സമയം രാവിലെ 11 മണിയായിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുന്നു. ഇതുപോലെ 3 ഗേറ്റുകൾ കടന്ന് വേണം നമുക്ക് ഈ ബീച്ചിലേക്ക് എത്തിച്ചേരാൻ. കടലിൽ നിന്നുള്ള ചെറിയ തിരകൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ വളരെ വ്യക്തമായിട്ട് കാണാം. എന്തുകൊണ്ടാണ് ഈ ബീച്ച് ടൂറിസ്റ്റുകളുടെ പ്രിയപ്പെട്ട ബീച്ചായി മാറിയത്? ഈ ബീച്ചിലേക്ക് വന്നാൽ സീ ലയനും അതുപോലെ തന്നെ യെല്ലോ കണ്ണുകളുള്ള പെൻഗ്വിനും നമുക്ക് കാണാൻ കഴിയും. ജനസാഗരങ്ങളെ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന ഈ ബീച്ചിനും ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എല്ലാ സമയവും ഈ ബീച്ച് ഓപ്പണല്ല. നവംബർ 1 തീയതി മുതൽ ഫെബ്രുവരി 28 തീയതി വരെ ഈ ബീച്ച് ക്ലോസ്ഡ് ആയിരിക്കും. മൂന്നാമത്തെ ഗേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുത്തനെയുള്ള സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം നമ്മൾ ബീച്ചിലേക്ക് പോകാൻ. ആ സ്റ്റെപ്പുകളെല്ലാം മണൽ ചാക്ക് നിറച്ച ചാക്കുകൾ കൊണ്ടാണ് ആ സ്റ്റെപ്പുകൾ തീർത്തിരിക്കുന്നത്. മണൽക്കൂനയിലൂടെ ചവിട്ടി വേണം നമുക്ക് താഴത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ. അത്രയ്ക്ക് ദുർഘടം പിടിച്ച വഴിയൊന്നുമല്ല. ഈ ബീച്ച് എന്നും ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്നു. കാരണം അതിനുള്ള പ്രത്യേകത ഈ ബീച്ചിനുണ്ട് താനും. ഈ ബീച്ചിൽ വളർത്തുനായെ കൊണ്ടുവരാൻ പാടില്ല. അതിനെ അലോ ചെയ്യുന്നില്ല. കാരണം ഇവിടെ വൈൽഡ് ആനിമൽസ് ഉള്ളതുകൊണ്ട് അത് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആളുകൾ നടന്നു പോയ കാൽപ്പാടുകൾ നമുക്ക് കാണാം. നമുക്ക് മുൻപ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോയിട്ടുണ്ട്. അതിൽ 2 പേര് നടക്കുന്നുമുണ്ട്. എപ്പോഴും ഇങ്ങനെ പൊടിക്കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാകാം ഈ ബീച്ചിന് ഈ പേര് വരാൻ കാരണം. എന്തായാലും നല്ല മനോഹരമായ ഒരു ബീച്ചാണ്. നമ്മൾ കാണാൻ ആഗ്രഹിച്ചു വന്ന സീ ലയനാണ് കിടക്കുന്നത്. വലിയ ഒരു സീ ലയനാണ്. നല്ല ഉറക്കമാണ്. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി നോക്കാം. ഇവനിപ്പോൾ കടലിൽ നിന്ന് കയറി വന്നതേ ഉള്ളൂ. കടലിൽ നിന്ന് കയറി വന്നിട്ട് പൊടിമണ്ണ് കിടക്കാൻ വേണ്ടിയിട്ട് കയറി വന്നതാണ്. ഭക്ഷണം കഴിപ്പ് കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങണം. അതാണ് മൂപ്പരുടെ ലക്ഷ്യം. കിടപ്പങ്ങ് പറ്റുന്നില്ല. അവൻ 2 ചിറകിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടോ? ചിറകും വാലും ഊന്നിയാണ് അവൻ നടക്കുന്നത്. നടന്ന് എൻ്റെ അടുത്തേക്കാണല്ലോ വരുന്നത്. എന്തായാലും വന്ന് കടന്നു. സീ ലയൺ എപ്പോഴും അക്രമകാരിയാണ്. നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം. 10 to 15 മീറ്റർ ഡിസ്റ്റൻസിൽ നിന്ന് വേണം നമ്മൾ ഇവറ്റകളെ കാണാൻ. കാരണം അത് വളരെ അപകടകാരിയാണ്. നമ്മുടെ നായ കടിക്കുന്നതൊക്കെ കഷ്ടമായിട്ട് ഇത് കടിക്കും.
മീനിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഈ സീ ലൈൻ ഉള്ളത്. മുമ്പിൽ 2 ചിറകും വാലിലെ ചിറകും കുത്തിയാണ് അത് നടക്കുന്നത്. സീ ലൈൻ ഒരു ഭക്ഷണപ്രിയരാണ്. ഇത് സിംഗിൾ ട്രിപ്പിന് 7 to 16 കിലോ ഭക്ഷണം കഴിക്കുമത്രേ. പല ടൈപ്പ് സീ ലൈൻസ് ഉണ്ട്. അതിൽ റെയർ സീ ലൈനാണ് നമ്മുടെ ന്യൂസിലാൻഡിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സീ ലൈൻ സ്റ്റെല്ലേഴ്സ് സീ ലൈനാണ്. ഇത് ഏകദേശം 1000 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുമത്രേ. ന്യൂസിലാൻഡിൽ ഏകദേശം 12,000 സീ ലൈൻസ് ആണ് ഉള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇത് ലോകത്തിലെ തന്നെ റയറസ്റ്റ് സീ ലൈനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ന്യൂസിലാൻഡ് സീ ലൈൻ ഏകദേശം 240 മുതൽ 340 സെൻറ്റിമീറ്റർ വലിപ്പവും 320 മുതൽ 450 കിലോ വെയിറ്റും വരും അഡൽട്ട് മെയിലിന്. അതുപോലെ തന്നെ ഫീമെയിലിനാണെങ്കിൽ 180 മുതൽ 200 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വെയിറ്റ് 90 മുതൽ 160 കിലോ വെയിറ്റും വരും. ഇതിൻ്റെ കുട്ടിക്ക് അറ്റ് ബർത്തിൽ 70 മുതൽ 100 സെൻറ്റിമീറ്റർ ലെങ്തും 8 മുതൽ 10 കിലോ വെയിറ്റും കാണും. അതിൻ്റെ കടപ്പങ്ങ് ശരിയാകുന്നില്ല. ഉറക്കം തുടങ്ങിയെന്ന് തോന്നണം. ഇല്ല, ഉറങ്ങിയിട്ടില്ല. പയ്യെ അനങ്ങുന്നുണ്ട്. തല പയ്യെ പൊക്കുന്നുണ്ടല്ലോ. ശരിയാവുന്നില്ല ഉറക്കം. ഒന്ന് മലന്ന് ഒന്ന് കമന്ന്. എന്തായാലും ഒരു കാര്യത്തിന് ഗ്യാരണ്ടിയാണ്, ഇവിടെ വന്നാൽ നമുക്ക് സീ ലൈനെ കാണാൻ പറ്റും. അതും അടുത്ത്. ഈ കടൽ സിംഹത്തിന് 1 മണിക്കൂർ 30 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ കഴിയും. അവൻ ഉറക്കമൊക്കെ വന്നിട്ട് ഒരു രക്ഷയില്ല. നമ്മുടെ ഹിന്ദി സിനിമ കോയി ബിൽഗയിലെ ജാദുവിനെ പോലെ ഉണ്ടല്ലേ. ഒരുപക്ഷെ ഇതിനെ കണ്ടിട്ടാണോ ആ പടം പിടിച്ചതെന്നൊരു സംശയം. എന്തായാലും കാണാൻ നല്ല ഭംഗിയാണ്. എണീറ്റ് നടക്കാൻ തുടങ്ങി. ബീച്ചിൻ്റെ സൈഡിൽ ചെറിയ പുൽമേടുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ കാറ്റാടം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭംഗി ഒന്ന് കയറി. ചെറിയ മൺതിട്ടയും കാണുന്നുണ്ട് സൈഡിൽ. എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശുന്നു, അതുപോലെ തന്നെ മണലിങ്ങനെ അടിച്ചു കയറുന്നുമുണ്ട്. ഒരുത്തൻ അവിടെ നിന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുരങ്ങന്മാർ മാന്തും പോലെ ഉണ്ടല്ലേ. അവൻ്റെ കൈ പോലെയാണ് അവൻ്റെ കാലിലെ ചിറക് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സീ ലൈനാണ്. ഒരു പറ്റം സീ ലൈൻ ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഫീമെയിൽ ആണ് കിടക്കുന്നത്. സീ ലൈനെ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു സുവർണ അവസരമാണ്. ഇവിടെ വന്നാൽ സീ ലൈനെ കാണാം, അത് ഉറപ്പ്. അതും റെയറായ സീ ലൈൻ. 2 എണ്ണം കടലിൽ നിന്ന് കയറി വരുന്നുണ്ട്. പകുതിയുടെ വന്നപ്പോഴത്തേക്ക് അത് വീണുപോയി. ഇവിടെ ഇപ്പോൾ 2 കളറിലുള്ള സീ ലൈനാണ് കണ്ടത്. ഒരു ചാര കളറും ഒന്ന് ബ്ലാക്ക് കളറും.
സെൻഗിളിൻ്റെ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പെൻസുലയിൽ നിന്ന് 15 കിലോമീറ്റർ. അവൻ്റെ ചീറ്റിൽ കേട്ടോ, അവൻ നമ്മളെ പേടിപ്പിക്കുന്നതാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ചുറ്റും കണ്ണു വേണം, എവിടെ നിന്നാണ് കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിള്ളേരെയും കൊണ്ട് വരുന്നവർ വളരെ സൂക്ഷിക്കണം. ഇത് ബീച്ചിൻ്റെ അങ്ങേ സൈഡാണ്. അവിടെയും കുറേ സീ ലയൺസ് ഉണ്ട് കല്ലിന് മുകളിൽ. ഇവൻ മുറ്റാണ് കേട്ടോ, അവൻ വാ വിളിക്കുന്നുണ്ട്, ചീറ്റുന്നുണ്ട്, വളർച്ചയെല്ലാം കേൾക്കുന്നുണ്ട്. അവൻ്റെ തുമ്മൽ. കല്ലിൻ്റെ മുകളിൽ കൂടെ ജമ്പ് ചെയ്ത് പോകാനുള്ള അതിൻ്റെ കഴിവ് ഒരു അപാരം തന്നെയാണ്. അതിൻ്റെ അലർച്ചയാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രകൃതിരമണീയമായ ചെറിയ ചെറിയ പാറക്കല്ലുകൾ, അതിൻ്റെ ഇടയിലൂടെയുള്ള ഇതിൻ്റെ സഞ്ചാരം ഒന്ന് കണ്ടു നിൽക്കാൻ തന്നെ തോന്നും. ഒരു കല്ലിൽ നിന്ന് മറ്റു കല്ലിലേക്കുള്ള ജമ്പിങ്, അതെല്ലാം ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറിയ ഐലൻഡ് പോലെയുള്ള ഭാഗങ്ങൾ കാണാം. അത് വളരെ മനോഹരമാണ്. ഒരുത്തൻ കയറി വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങണം. ജൂറാസിക് പാർക്ക് കാണുമ്പോൾ തോന്നുന്നില്ലേ? എന്നാലിത് ജൂറാസിക് പാർക്കൊന്നല്ല, സൂവുമല്ല, സാധാ ഒരു ബീച്ച്. ഇവിടെ പാസ്സൊന്നും വേണ്ട, നമുക്കെപ്പോൾ വേണമെങ്കിലും പോയി കാണാം. മൂപ്പര് വായൊക്കെ പൊളിക്കുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്, വയറ് നന്നായിട്ട് നിറഞ്ഞു എന്നാണ് തോന്നണേ. എന്ത് ഭംഗിയാണ് ഇതിനെ കാണാനെന്നൊന്ന് നോക്കി. നമുക്ക് ജൂറാസിക് പാർക്ക് കാണുമ്പോൾ നമുക്ക് തോന്നുന്നില്ലേ? ഒരുപക്ഷെ ഇതിനെയൊക്കെ കണ്ടായിരിക്കും ജൂറാസിക് പാർക്ക് എന്ന പടം പിടിച്ചതല്ല. നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ സീ ലയൺ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. വൈകുന്നേരമാണെങ്കിൽ നമുക്ക് പെൻഗ്വിനെ കാണാൻ പറ്റുമെന്ന് പറയപ്പെടുന്നു. നമ്മളീ പോകുന്ന സ്ഥലത്തിൻ്റെ 2 സൈഡും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ആടുകളെല്ലാം മേയുന്നുണ്ട്. നമുക്കതിൻ്റെ അടുത്ത് പോകാം, പക്ഷേ അതിനെ പിടിക്കാനോ ഒന്നും പോകരുത്. ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. എന്തായാലും ഡനഡിൻ്റെ പ്രത്യേകതകളുമായിട്ട് ഇനിയും ഞാൻ വരും. ന്യൂസിലാൻഡിൽ പല സ്ഥലങ്ങളിലും നമുക്ക് പല കാഴ്ചകളും കാണാമെങ്കിലും ഡനഡിനെ പോലെ ഒരു നല്ല സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഡനഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ റെയറായ സീ ലയൺ നമുക്ക് കൺഫേം ആയിട്ടും കാണാൻ പറ്റും. മറ്റുള്ള ബീച്ചിനെ അപേക്ഷിച്ച് ഈ ബീച്ചിൻ്റെ ഒരു പ്രത്യേകതയാണത്. സീ ലയനെ കാണുക മാത്രമേ ചെയ്യാവുള്ളൂ. അതിനെ പിടിക്കാനോ അതിനെ ഉപദ്രവിക്കാനോ ഒരു കാരണവശാലും പോകരുത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ ചുറ്റും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം 1, 2
സീലയനല്ല ആ ഭാഗത്തുള്ളത്. എവിടെ നിന്നാണ് എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,